2024 ജൂലൈ 30 പ്രകാശമാനമായ ആകാശത്തിലേക്ക് ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ വിഷാദത്തിൻ്റെ വർണ്ണങ്ങളായി വന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഇരുൾ മൂടിയ വിലങ്ങാടിൻ്റെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ട് മഴ പെയ്തിറങ്ങി. അന്നന്നത്തെ അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വിലങ്ങാടിലേക്ക് ഉരുൾ ഒലിച്ചിറങ്ങി. നൂറുകണക്കിന് ആളുകൾ സ്വന്തം മണ്ണിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. ഉരുൾപൊട്ടൽ ആണെന്ന് തിരിച്ചറിഞ്ഞവർ ജീവനും കയ്യിൽ പിടിച്ച് ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി. നേരം പരപരാ വെളുത്തപ്പോഴാണ് ദുരന്തത്തിന്റെ തീവ്രത അറിഞ്ഞ് നാട് നടുങ്ങിയത്. ഞങ്ങൾ പതിവ് എന്നും പോലെ തന്നെ അന്ന് മഴയുണ്ട്, നല്ല മഴയുണ്ട്. മോന് ഒരു 8-9 മണി രാത്രി കഴിയാന്ന് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചോറൊക്കെ ഉണ്ടു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കയറി കിടന്നൊരു 10-12 മണി ആയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ. ഞാൻ കറക്റ്റിന്ന് വേഗം ചാടി എഴുന്നേറ്റു. എന്തോ ഒരു ഇതുപോലെ എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പം മുറ്റത്തൂടെ എല്ലാം വെള്ളം കയറി ഒഴുകുന്നുണ്ട്. അപ്പം ഞാൻ മോനെ വേഗം വിളിച്ചെഴുന്നേൽപ്പിച്ചു. എടാ ഉരുള് പൊട്ടിന്ന് തോന്നുന്നു, വെള്ളം മുറ്റത്ത് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. വേഗം എഴുന്നേറ്റു. തിണ്ണ വന്നപ്പോഴത്തേനും മുറ്റമെല്ലാം നിറഞ്ഞ് വെള്ളമാണ്. അന്നേരം അങ്ങനെ നിന്ന് വലിയ കല്ലൊക്കെ ഉരുളുന്ന ഒച്ചയൊക്കെ കേൾക്കാവേ. ഇതെല്ലാം കുറേ കഴിഞ്ഞപ്പം വെള്ളം അങ്ങോട്ട് താന്നു. അപ്പം ഞാൻ എന്നാന്ന് ചോദിച്ചാൽ എനിക്കൊരു അമ്മച്ചിയുണ്ട്, ഒത്തിരി പ്രായമായത്. അപ്പം ചെറുവഴിയാണ് അമ്മ താമസം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ലേശം പൈസ ഉണ്ടായിരുന്നു. ഈ അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ വേഗം ഓടണമല്ലോ. അത് എൻ്റെ ഞാനെടുത്ത് മേശ വെച്ച് ഈ വെള്ളം താന്നു കഴിഞ്ഞപ്പം വീണ്ടും എടുത്ത് ഞാനത് പെട്ടി വെച്ച് താക്കോല് പെട്ടിയാലിട്ട് പൂട്ടി മുറിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ മോനെ എന്നോട് പറയുന്നുണ്ട്, മമ്മി ഇറങ്ങി വിട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നാടാന്ന് ചോദിച്ചാൽ തിരിഞ്ഞു നോക്കുമ്പം വാതിൽ നിറഞ്ഞ് ഈ കൊച്ചിരുന്ന കസേരയും തള്ളിക്കൊണ്ട് വെള്ളം കയറുന്നതാണ്. ഇവനെന്നെ ഉന്തി അടുക്കള വശത്തെ മിറ്റത്തി അടിച്ചു. അവിടുന്ന് ഒരു കയ്യാലമാടൊക്കെ ഉന്തി ഒരു തരത്തിൽ ഒരു 1-1:30 മണി രാത്രിയായി. ഞങ്ങൾ വണ്ടയിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി വരുമ്പോഴാണ് ബാക്കി കാഴ്ചയൊക്കെ കാണുന്നത്. ഒരു വർഷങ്ങൾക്കിപ്പുറവും ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്നും കരകയറാൻ വിലങ്ങാടിന് കഴിയുന്നില്ല. വീട് നഷ്ടപ്പെട്ടവർ, കൃഷിയിടവും ഭൂമിയും നഷ്ടപ്പെട്ടവർ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അശരണരായവർ, നല്ല നാളേകൾ സ്വപ്നം കണ്ടവരുടെ വേരുകൾ അറ്റുപോയിരുന്നു ആ രാത്രിയിൽ. പല ദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ദുരന്തബാധിത പ്രദേശത്തെത്തുകയും സഹായഹസ്തങ്ങൾ നീട്ടുകയും ചെയ്തു. തലചായ്ക്കാൻ ഒരിടമില്ലാത്ത, എന്തു ചെയ്യണമെന്നറിയാത്ത നിരാലംബർക്ക് കൈത്താങ്ങായി KCBC എത്തിയപ്പോൾ ഉരുൾ ദുരന്തം കൊണ്ടുപോയ സ്വപ്നങ്ങൾക്ക് പുതിയ തുടക്കം കുറിക്കുകയായിരുന്നു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഓർത്തെടുക്കുകയാണ് ആ നാളും പുനരധിവാസ പദ്ധതികളും. 2024 ജൂലൈ 30 രാത്രിയിൽ ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ഈ പ്രദേശത്ത് സംഭവിച്ചത്. ഒരു നൂറ്റാണ്ടിലുണ്ടാകാത്തൊരു ദുരന്തം. അത് അപ്രതീക്ഷിതമായിരുന്നു. വയനാട് ഭാഗത്ത് നൂറുകണക്കിന് ആളുകളാണ് മരിച്ചത്. വിലങ്ങാടും അതേ സമയത്ത് തന്നെ ഇതുപോലെ ദുരന്തം ഉണ്ടാകുകയാണ് ചെയ്തത്. വിലങ്ങാട് ഒരു മരണമേ ഉണ്ടായുള്ളൂ. പക്ഷേ 11 വീടുകൾ പൂർണ്ണമായിട്ട് ഒഴുകിപ്പോവുകയാണ് ചെയ്തത്. എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? ആദ്യം വലത് സൈഡിൽ ചെറിയ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. ആ ശബ്ദം കേട്ടപ്പോൾ ചുറ്റുമുള്ള എല്ലാവരെയും അറിയിച്ചു. എല്ലാവരും കൂടി ഒരു വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇടത് സൈഡിലൂടെ വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഭാഗ്യത്തിന് 40-ഓളം ആളുകൾ ഒരു വീട്ടിൽ, 40-ലധികം ആളുകൾ ഒരു വീട്ടിൽ ഒരുമിച്ചങ്ങ് കൂടി. മാതാവ് അവരെ കാത്തു രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ 40 മരണം അവിടെ ഉണ്ടാകുമായിരുന്നു. ഒരാൾ മരിച്ചത് മറ്റുള്ളവരെ രക്ഷിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ ഒഴുകിപ്പോവുകയാണ് ചെയ്തത്. ഉരുൾപൊട്ടിയല്ല മരിച്ചത്, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമത്തിൽ അയാൾ ഒഴുകിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് ഈ ദുരന്തത്തിൽ നിന്ന്, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വളരെ സമയമെടുത്തവർ. പക്ഷേ ഒരു ജനസഞ്ചയം, ഒരു സമൂഹം മുഴുവനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്
ദൈവസ്നേഹത്തിൻ്റെ വലിയ അടയാളമായി തന്നെ ഞാൻ കാണുകയാണ്. വയനാട്ടിൽ വലിയ ദുരന്തത്തിൻ്റെ വലിയ ആഘാതം ഉണ്ടായപ്പോൾ മാധ്യമ ശ്രദ്ധ മുഴുവനും വയനാട്ടിലേക്കായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ ഒരു ഭീകരതയായിരുന്നു വിലങ്ങാടും ഉണ്ടായിരുന്നത്. വിലങ്ങാടേക്കുള്ള ശ്രദ്ധ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ കളക്ടറോടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ഈ ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞു. വ്യക്തിപരമായിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിയോട് പറഞ്ഞു, വയനാട് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഈ പ്രദേശത്ത് ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അതിന് വളരെ അനുകൂലമായ സമീപനമായിരുന്നു. 50-ലധികം കുടുംബങ്ങൾക്കുള്ള സഹായങ്ങൾ അവിടെ ലഭിച്ചു. KCBC ഈ ഒരു ദുരന്തത്തെ നേരിടുന്നതിന് ഒറ്റക്കെട്ടായിട്ട് നിന്നു. എല്ലാ രൂപതകളിൽ നിന്നും സഹായം നമുക്ക് ലഭിച്ചു. അതുപോലെ തന്നെ മറ്റു രൂപതകൾ, സംഘടനകൾ, സന്യാസ സമൂഹങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിച്ച് എല്ലാവരും തന്നെ നമുക്ക് സഹായം നൽകി. ആദ്യത്തെ ചിന്ത അനുസരിച്ച് 11 വീടേ പോയിട്ടുള്ളൂ. പിന്നീട് നാം മനസ്സിലാക്കി വരുമ്പോൾ ഉരുൾപൊട്ടലിൻ്റെ സമീപത്തുള്ള വീടുകളൊന്നും താമസിക്കാൻ സാധിക്കുകയില്ല. വീണ്ടും അതേ സംബന്ധിച്ച് പഠനം നടത്തിയപ്പോൾ 41 വീടുകൾ പണിയണമെന്ന് തീരുമാനിച്ചു. എന്നാൽ മുന്നോട്ട് പോകുന്തോറും ദുരന്തത്തിൽപ്പെട്ട ആളുകൾ ഇനി അവിടെ താമസിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പ്രത്യേക ഓർഡർ ഇറക്കി, കളക്ടർ. അങ്ങനെയുള്ളവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഇപ്പോൾ 65 ആളുകൾക്കാണ് ഭവനം പണിത് കൊടുക്കേണ്ടത്. ഓരോ അവസരത്തിലും കൂടുതൽ നമ്പർ കൂടിയപ്പോൾ നാം ഓരോരുത്തരെ സമീപിച്ചു. അവരെല്ലാം വളരെ സുമനസ്സോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയായിരുന്നു, ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയായിരുന്നു. സ്വദേശത്തും വിദേശത്തുമുള്ള ആളുകൾ, സംഘടനകൾ. നാം ഇപ്പോൾ ഒരു വീടിന് 15 ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത്. 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഒരു ഭവനം പൂർത്തിയാക്കുന്നത്. സ്ഥലം അവർ കണ്ടെത്തിയാൽ 15 ലക്ഷം രൂപയുടെ മനോഹരമായൊരു വീട് നമ്മൾ നിർമ്മിച്ച് നൽകും. ഇനി സ്ഥലം കണ്ടെത്താൻ വിഷമമുള്ളവർ ആ രീതിയിലും നാം സഹായിക്കുന്നുണ്ട്. 65-ൽ 60 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു. 15 ഭവനങ്ങൾ പൂർത്തിയായി താമസം തുടങ്ങി. ഡിസംബറോടുകൂടി 60 വീടുകളിൽ താമസം തുടങ്ങാൻ സാധിക്കും, പണികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇത് സാധ്യമായത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കുമെന്ന സങ്കീർത്തകൻ്റെ വാക്കുകൾ അന്വർത്ഥമാക്കുകയാണ്. കൃതജ്ഞതയോടുകൂടിയാണ് ഈ അവസരത്തിൽ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലൂടെ ദർശിക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറയുകയാണ്. ഈ ഭവന നിർമ്മാണ പ്രവർത്തനം കൊണ്ട് നാം അവസാനിപ്പിക്കുന്നില്ല. അവർക്കിനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ കൂടുതൽ സഹായം ആവശ്യമുണ്ട് എന്ന് കരുതുക. അതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? കാരണം അവർക്കുണ്ടായിരുന്ന സ്ഥലം എല്ലാം ഒഴുകിപ്പോയി. ഏക്കർ കണക്കിന് സ്ഥലം ഒഴുകിപ്പോയി. ഇനി അവിടെ ഒരു കാലത്തും കൃഷി ചെയ്യാൻ സാധിക്കില്ല. അവർക്കിനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും? അതേക്കുറിച്ച് പഠനം നടത്തി അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അതിനും നല്ല മനസ്സുള്ളവർ മുന്നോട്ട് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വിലങ്ങാട് ദുരന്തബാധിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിനായി താമരശ്ശേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ സെന്റർ ഫോർ ഓവറോൾ ഡെവലപ്മെന്റിന് നിർദ്ദേശം നൽകി. JPD കമ്മീഷൻ സെക്രട്ടറിയും കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഫാദർ ജേക്കബ് മാവുങ്കൽ പദ്ധതിയെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെ. 2024 ജൂലൈ 30 നടന്ന വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഓഗസ്റ്റ് 5 തന്നെ KCBC യോഗം ചേർന്ന് 100 വീടുകൾ കത്തോലിക്ക സഭയുടേതായിട്ട് ഈ ബാധിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുമെന്ന് KCBC അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവനോപാധികൾ പ്രദാനം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും തീരുമാനമായിരുന്നു. അതിനുശേഷം വളരെ കൃത്യമായ
നടപടികളാണ് KCBCയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. KCBC ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് KCBCയുടെ JPD കമ്മീഷനെയാണ്. JPD കമ്മീഷൻ്റെ ചെയർമാൻ അഭിമന്യ ജോസ് പുളിക്കൽ പിതാവ് ഈ വിലങ്ങാട് സ്ഥലം സന്ദർശിച്ചിരുന്നു ഓഗസ്റ്റ് 13 തന്നെ. അതുപോലെ തന്നെ KCBCയുടെ അധികാര സമിതി വയനാട് ചൂരൽമല പ്രദേശങ്ങളിലും അതേ ദിവസം തന്നെ ഓഗസ്റ്റ് 13 സന്ദർശനം നടത്തിയിരുന്നു KCBC പ്രസിഡന്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ. അതിനുശേഷമാണ് 2024 ഡിസംബർ 19-നും 20-നുമായിട്ട് വയനാടും വിലങ്ങാടും വെച്ച് നമ്മൾ ഭവന നിർമ്മാണ പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. അതിനുശേഷം വളരെ ചടുലമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. പ്രത്യേകിച്ച് വിലങ്ങാട് ഭാഗത്തുള്ള താമരശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങൾ ഏകദേശം തീരാറായ ഘട്ടത്തിലേക്ക് എത്തി. ഈ ഡിസംബറിൽ തന്നെ 2025 ഡിസംബറിൽ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ തീർക്കാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പോകുന്നത്. KCBC പ്രഖ്യാപിച്ചത് 100 വീടാണെങ്കിലും താമരശ്ശേരി, മാനന്തവാടി, ബത്തേരി രൂപതകളുടെ ആഭിമുഖ്യത്തിൽ 128 വീടുകളാണ് നമ്മൾ തീർക്കാനായിട്ട് ഇപ്പം എത്തിയിരിക്കുന്നത്. അത്രയും വീടുകൾ തീർക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൽ വിലങ്ങാട് ഭാഗത്തുള്ള താമരശ്ശേരി രൂപതയുടെ കീഴിൽ 65 വീടുകൾ, മാനന്തവാടി രൂപതയുടെ കീഴിൽ വയനാട് വാഴവറ്റ പ്രദേശത്ത് മുഖ്യമായിട്ടും 50 വീടുകൾ, ബത്തേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിൽ തന്നെ 13 വീടുകൾ, ഇങ്ങനെയാണ് 128 വീടുകൾ തീരുവാനായിട്ട് പോകുന്നത്. KCBC പ്രഖ്യാപിച്ച ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറോടുകൂടി എല്ലാ ഭവനങ്ങളും പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുക മാത്രമല്ല, കൈപിടിച്ചുയർത്തുകയും ചെയ്യുകയാണ് KCBC. KCBCയുടെ ഭാഗത്തു നിന്ന് ഒരു വീടിന് 100 വീട് KCBCയുടെ ധനസഹായത്തോട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അതിൽ 10 ലക്ഷം രൂപ വീതമാണ് ഓരോ വീടിന് വേണ്ടിയിട്ട് രൂപതയുടെ ഈ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൈമാറുക. ബാക്കി ഉള്ള 28 വീടുകൾ 128 എണ്ണത്തിൽ അതാത് രൂപതകൾ മറ്റ് ഇടങ്ങളിൽ നിന്ന് സന്യസ്ത കോൺഗ്രിഗേഷനുകൾ, മറ്റ് രൂപതകൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടെയാണ് ബാക്കിയെല്ലാം കൂടെ തീർക്കുവാനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജീവനോപാധി പുനഃസ്ഥാപിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഒരെണ്ണം ആ പദ്ധതികളെല്ലാം ആളുകൾക്ക് കൊടുത്തിരുന്നു. ഇനി വീടുകളിലേക്ക് പുതിയതായിട്ട് താമസം മാറിക്കഴിയുമ്പോഴേക്കും അവർക്കെല്ലാം ജീവനോപാധി ആവശ്യമായിട്ട് വരും. അപ്പോൾ വീടുകളിലേക്ക് മാറിയവർക്ക് അതിനുള്ള പൊൻവഴികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് മാറുന്ന മുറയ്ക്ക് അവയെല്ലാം ബാക്കിയുള്ളവയെല്ലാം തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഭവനങ്ങൾ ആർക്കാണ് നൽകിയത്? മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ മാനുഷിക മൂല്യങ്ങളിൽ മാത്രം നിലയുറപ്പിച്ചുകൊണ്ട് ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുകയായിരുന്നു KCBC. ഈ 65 വീടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് താമരശ്ശേരി രൂപതയുടെ തന്നെ നേതൃത്വത്തിലുള്ള COD തന്നെയാണ്. അവരുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാധിക്കപ്പെട്ടവരെയാണ്, ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടവരിൽ 65 പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു KCBCയുടെ ഇതിൻ്റെ പുറകിലുള്ള ലക്ഷ്യം. ആ വിധത്തിൽ തന്നെയാണ് ബാധിക്കപ്പെട്ടവരെ മാത്രമാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഭവനങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാ മതസ്ഥരും എല്ലാ വിഭാഗം ജനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. ആദ്യ വീട് വിലങ്ങാട് ദുരന്തവാർഷികത്തിന്റെ അന്ന് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകാൻ കഴിഞ്ഞത് KCBCയുടെ കിരീടത്തിലെ പൊൻതൂവലായി മാറി. പാറൂലിൽ ലീലാമ ബേബിക്ക് ആദ്യ വീട് കൂദാശ ചെയ്ത് കൈമാറി. നിറകണ്ണുകളോടെയാണ് ലീലാമ ബേബി ആ നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നത്. ഉണ്ടാവാകയില് പിതാവ് വന്ന് വീട് വെഞ്ചിരിച്ച് എല്ലാം അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് നല്ല 30-ാം തീയതി ഉരുള് പൊട്ടി ആ ദിവസം തന്നെ ആദ്യത്തെ വീടായിട്ട് നമുക്ക് കിട്ടി. അതിലും എനിക്ക് ഒത്തിരി സന്തോഷം അതിലേറെ വേദനയുണ്ട്. എല്ലാവരുടെയും സഹകരണം പറഞ്ഞറിയിക്കാൻ പറ്റിയത് തന്നെ. അത് നമ്മൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നൊരു സഹായം കിട്ടും നോക്കിയായിരുന്നു. അതിന് നടപടിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇടവകയുടെ മുഖാന്തര രൂപതയുടെ വീട് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു ലിസ്റ്റ് വരുന്നുണ്ടായിരുന്നു. നമ്മളെ ഇടവകയുടെ അച്ഛൻ ഇടപെട്ട് അത് നമുക്ക് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മെയ് മാസത്തേക്കും പിന്നെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ശക്തമായിട്ടുള്ള മഴ വന്ന കാരണം കുറച്ച് വീടിൻ്റെ പണി ഇങ്ങനെ ഭാഗിയായി നിന്നു പോയി. ഇപ്പോൾ ഈ ഒരു രീതിയിലാക്കുകയും ചെയ്യും.
നമുക്ക് പെട്ടെന്ന് ആ ഒരു ഉരുൾപൊട്ടൽ ഇങ്ങനെ വന്നു. നമ്മളെല്ലാം രാത്രി ഇറങ്ങി ഓടി. വയസ്സായ അമ്മയുടെ അമ്മയും കൂടി ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ സ്കൂൾ കെട്ടിടത്തിൽ ഒരു 15 ദിവസം കിടന്നു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമരശ്ശേരി രൂപതയിൽ നിന്ന് പിന്നെ ടീം വന്നു. അച്ഛനും അതിൻ്റെ ടീമുകളെല്ലാം വന്നു. നമ്മളെല്ലാ വീടുകളും സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ വീട് വന്ന് സന്ദർശിച്ചു. ഞങ്ങളിപ്പോൾ സ്കൂൾ കിടക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു സഹായം ചെയ്യണമെന്ന് ഞാൻ അച്ഛനോട് അങ്ങനെ പറഞ്ഞു, ചെയ്ത് തരണം അച്ഛൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മുടെ അവസ്ഥകളെല്ലാം ഒന്ന് അച്ഛനെയും വന്ന ടീമിനെയും ബോധ്യപ്പെടുത്തി. കാരണം അവർ എഴുതി കൊണ്ടുപോയി ചെയ്തു. പിന്നെ സ്പെഷ്യലായിട്ടൊരു ടീം വന്ന് അന്വേഷിച്ചു അത് കഴിഞ്ഞ ശേഷം. എന്നിട്ട് അവരും വന്ന് നമ്മളോട് ചോദിച്ചതിനൊക്കെ നമ്മൾ അന്നേരം മറുപടി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ആലോചിച്ചിട്ട് പറയാൻ തുടങ്ങി. പിന്നെയാണ് പെട്ടെന്ന് നമ്മൾ വിഷമിച്ചിരിക്കും. ഉടനെ നമുക്ക് കിട്ടിയില്ല, സർക്കാരിൻ്റെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം പെട്ടെന്നാണ് താമരശ്ശേരി രൂപതയിൽ അച്ഛനും ടീമും എല്ലാം വന്നിട്ട് നമുക്ക് സഹായം തരാമെന്ന് പറഞ്ഞു. ആൽബിൻ സാറാണ് ഒരു ദിവസം തന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ നമുക്ക് വീട് പാസ്സായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി സന്തോഷമായി. നമ്മൾ ഈ സ്ഥലത്തിന് പൈസ അഡ്വാൻസൊന്നും കൊടുത്തില്ലായിരുന്നു. പിന്നെ സിസ്റ്റേഴ്സ് എനിക്ക് കുറച്ച് പൈസ സഹായിച്ചു, വേറെ പുറത്തല്ല. അങ്ങനെയൊക്കെ സ്ഥലം വാങ്ങി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെയാണ് ബാക്കി എല്ലായിടവും ചെയ്തു തന്നു. ഈ വീട്ടിലേക്കെന്ന് വെച്ചാൽ കത്തോലിക്ക സഭയുടെ ഒരു ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ കത്തോലിക്ക സഭയാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പോരായ്മ വരുന്നത് നമ്മൾ ചിലപ്പം അതിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇത് ഈ അതെ. അപ്പോൾ പിന്നെ നമുക്ക് മറ്റു കുറച്ച് സഹായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വീട്ടിലേക്ക് ചേർക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം. കത്തോലിക്ക സഭയോടും താമരശ്ശേരി രൂപതയോട് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. പിന്നെ സർക്കാരിനോടും നന്ദി പറയുകയാണ്. കാരണം സർക്കാരും നമുക്കതിന് ഇടുന്നൊരു 15 ലക്ഷം രൂപ സർക്കാർ ഭൂമി വാങ്ങാനുള്ളൊരു സംവിധാനങ്ങളൊക്കെ അതങ്ങനെ നടന്നു. അപ്പോൾ ഇപ്പോൾ സന്തോഷത്തിലാണ്. കാരണം അന്നത്തെ ആ അവസ്ഥയെല്ലാം മാറി. കാരണം അന്ന് മരണത്തിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ട് നോക്കുമ്പം കയ്യിൽ പിടിക്കാൻ 1 രൂപ തുട്ടുപോലും ഇല്ലാത്തൊരവസ്ഥ, ഒന്നുമില്ല, ഉടുക്കാൻ വസ്ത്രമില്ലായിരുന്നു. അതെല്ലാം നമുക്ക് യാതൊന്നിനും കുറവ് വന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ. കാരണം എന്താണ്, നമ്മൾ വീട്ടിലൊന്നും ഒരു പാത്രം പോലും, ചായ എടുത്ത് കുടിക്കാനോ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രം ഒന്നുമില്ലായിരുന്നു, ഒരു സാധനവും ഇല്ലായിരുന്നു. അപ്പം എല്ലാവരും സഹകരിച്ച് ഒത്തിരി സ്നേഹം നൽകി. കാരണം ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ആ ഒരു സംഭവത്തിലൂടെ ഒരുപാട് ബന്ധങ്ങളായി ഇപ്പം. കാരണം നമുക്ക് ഇപ്പം ബന്ധമില്ലാത്ത ഒരു മനുഷ്യനില്ല എന്നുള്ള ഇത് തന്നെ പറയാൻ പറ്റും. കാരണം ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റി. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയോട് നന്ദി പറയുകയാണ്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഓടയിൽ കമലഹാസനും ജ്യേഷ്ഠനായ സുരേന്ദ്രനും വീടൊരുക്കിയിരിക്കുകയാണ് താമരശ്ശേരി രൂപത. ഏറെ സന്തോഷത്തോടെയാണ് ഇവർ പ്രതികരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സൈഡൊക്കെ എടുത്തുപോയി, വലിയ കഷ്ടപ്പാടായിരുന്നു. ഞങ്ങളുടെ പാലം തകർന്നുപോയി. അപ്പുറം ഞങ്ങൾ പെട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നാട്ടുകാരൊക്കെ വന്നു നമ്മളെ രക്ഷപ്പെടുത്തി. ഇപ്പം താമരശ്ശേരി രൂപതയിൽ നിന്ന് ഒരു വീട് അവർ തന്നു. 2 പേർക്കും, ജ്യേഷ്ഠനും എനിക്കും 2 വീട് തന്നു. അതിൻ്റെ വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് മുന്നിൽ നിരവധി തവണ അപേക്ഷകൾ നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാകാതിരുന്ന ആളുകളുമുണ്ട് വിലങ്ങാട്. വാതിലുകൾ നിരവധി മുട്ടിയിട്ടും കണ്ണു തുറക്കാത്ത അധികൃതർ കരുണ കാണിക്കാതിരുന്നപ്പോൾ KCBC സഹായഹസ്തവുമായി എത്തിയത് കൃതജ്ഞതയോടെ ഓർത്തെടുക്കുകയാണ്. ജീവിതത്തിലുണ്ടായ ഏറ്റവും ആദ്യത്തെ ഒരു അനുഭവമാണ്. ഇത്ര ദുരന്തപൂർണമായൊരു അനുഭവമായിരുന്നു. പക്ഷേ ഞങ്ങളെ ആ ദുരന്തത്തിൽ നിന്ന് കരകയറ്റാനും അതിന് ചേർത്ത് പിടിക്കാനും ഒക്കെ കത്തോലിക്ക സഭ KCBCയുടെ നേതൃത്വത്തിൽ വളരെ നല്ല സാമീപ്യവുമാണ് ഞങ്ങൾക്കുണ്ടായത്. ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ ഭീകരമായൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് സഹായവും തുണയും താങ്ങും തളരുമായി നിന്ന KCBCയെ ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ അതിൻ്റെ എല്ലാ ആളുകളെയും ഒത്തിരി നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾ സർക്കാർ തലത്തിൽ ഒരുപാട് നിവേദനങ്ങളും അപേക്ഷകളും യാചനകളും എല്ലാം നടത്തിയിട്ടും ഒരു വീട് ഒരു പുഴയായി മാറി എങ്കിൽ പോലും തിരിഞ്ഞു നോക്കാൻ പോലും അധികൃതർ തയ്യാറായില്ല. ആ സന്ദർഭത്തിലാണ് KCBC ഞങ്ങൾക്ക് സഹായഹസ്തവുമായി മുന്നോട്ട് വന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൽ ഞങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും 1 രൂപയുടെ പോലും സഹായം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വിലങ്ങാട് മഞ്ഞക്കുന്ന് പ്രദേശത്താണ് ഉരുൾ ദുരന്തം കൂടുതൽ നാശം വിതച്ചത്. ദുരന്തബാധിതർക്ക് തണലായി മാറിയ പ്രവർത്തനങ്ങൾ ഓർത്തെടുക്കുകയാണ് മഞ്ഞക്കുന്ന് ദേവാലയ വികാരി ഫാദർ ബോബി.
നമ്മുടെ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിലുള്ള CODയുടെ കീഴിൽ KCBCയുടെ കീഴിലാണ് ഒത്തിരിയേറെ ഭവന നിർമ്മാണ പദ്ധതികൾ ഈ ഒരു പ്രദേശത്തേക്ക് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രദേശത്ത് 65ഓളം വീടുകളാണ് നമുക്ക് നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു പ്രദേശത്ത് ആൾക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. നിരവധി ആളുകളാണ് സഹായഹസ്തവുമായി മുന്നോട്ടെത്തിയത്. സഭയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പുനരധിവാസം സാധ്യമാക്കാൻ ശ്രമിച്ചവരെ നന്ദിയോടെ ഓർത്തെടുക്കുകയാണ് സെന്റർ ഫോർ ഓവറോൾ ഡെവലപ്മെന്റ് ഡയറക്ടർ ഫാദർ സായി പാറൻകുളങ്ങര. വിലങ്ങാട് വയനാട് ദുരന്തം ഒരു പ്രദേശത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു. പ്രകൃതി ദുരന്തത്തിന് കീഴ്പ്പെട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിറങ്ങലിച്ച് നിന്നിരുന്ന ഒരു പറ്റം ജനങ്ങൾ. അവരുടെ മുമ്പിൽ ഇനി മറ്റൊരു സാധ്യതയുമില്ല, ഒരു വഴിയും തെളിയുന്നില്ല. അങ്ങനെ നിന്നിരുന്ന അവസരത്തിലാണ് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി വിവിധ പദ്ധതികൾ പ്ലാൻ ചെയ്ത് മുൻപോട്ട് വന്നത്. ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുവാൻ വേണ്ടി വിലങ്ങാട് പ്രദേശത്തിനു വേണ്ടി താമരശ്ശേരി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയായ സെൻറ്റർ ഫോർ ഓവറോൾ ഡെവലപ്മെൻറ്റ് CODയെ ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത്. CODയുടെ നേതൃത്വത്തിൽ ദുരന്തം നടന്ന പിറ്റേ ദിവസം മുതൽ ഇതിൻ്റെ ഏകോപനം വളരെ കൃത്യമായിട്ട് നടക്കുകയുണ്ടായി. ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും അർഹതപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ ഭവന നിർമ്മാണത്തിനും തുടർന്നുള്ള അവരുടെ ജീവിതം ക്രമീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തതിനുമുള്ള എല്ലാ സംവിധാനങ്ങളും CODയുടെ നേതൃത്വത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. KCBC പ്രഖ്യാപിച്ചത് 41 വീടുകൾക്കുള്ള സഹായമായിരുന്നു. താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ മറ്റെല്ലാ സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 65ഓളം വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത്. അതിൽ CMI സഭയുടെയും ജീസസ് യൂത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ്. ഇത് വലിയൊരു കൂട്ടായ്മയുടെ വിജയമായിരുന്നു. ഒത്തിരിയേറെ സുമനസ്സുകളുടെ സഹകരണത്തിൻ്റെ വിജയമായിരുന്നു ഇത് എന്നതാണ് യാഥാർത്ഥ്യം. മാവുങ്കലച്ചൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല ഏകോപനം ഇതിൽ നടക്കുകയുണ്ടായി. അച്ഛൻ പലപ്പോഴും വിലങ്ങാട് സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാം ചെയ്തിരുന്നു. അതുപോലെ തന്നെ വിലങ്ങാട് ഫൊറോന വികാരി വിൽസൺ മുട്ടത്തൂന്നേലച്ചനും മഞ്ഞക്കുന്ന് വികാരി ബോബി പൂവത്തിങ്കലച്ചനുമൊക്കെ ഈ ഒരു ഏകോപനത്തിന് നൽകിയ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. CODയുടെ നേതൃത്വത്തിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൽ ആൽബിൻ, സിദ്ധാർത്ഥ് തുടങ്ങിയവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിൻ്റെ ഏകോപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഹകരിച്ചു. അവരുടെ നല്ലൊരു നേതൃത്വം നൽകി. ഭവനങ്ങളെല്ലാം നിർവഹിക്കുന്നതിൽ വിവിധ കോൺട്രാക്ടർമാർ, സുമനസ്സുകൾ എല്ലാവരുടെയും സഹകരണം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എല്ലാവരെയും വലിയ സ്നേഹത്തോടു കൂടി COD ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. ഞങ്ങൾ ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളത് സ്വീകരിച്ചത്. ഏറ്റവും വിജയപ്രദമായി തന്നെ അഭിവന്യ റെമീജിയൂസ് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഡിസംബറോടുകൂടി CODയുടെ നേതൃത്വത്തിൽ ഇതെല്ലാം ഭവന നിർമ്മാണ പദ്ധതി പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനോട് സഹകരിച്ച് ഈ ഒരു പദ്ധതി വലിയ വിജയപ്രദമാക്കി തീർത്ത് അനേകരുടെ വേദനയ്ക്ക് ആശ്വാസം പകരാൻ കൂടെ നിന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ അവസരത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. താങ്ക് യു.